നമസ്കാരം. പ്രധാന വാർത്ത. എം വിജിൻ MLA അപമാനിച്ചെന്ന പരാതിയിൽ SIക്ക് നേരെ റിപ്പോർട്ട്. കണ്ണൂർ ടൗൺ SI PP ഷമീലിന് വീഴ്ച പറ്റിയെന്ന ACPയുടെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത. ബംഗാളിൽ ഇടിക്ക് നേരെ വീണ്ടും ആക്രമണം. ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലേറുണ്ടായത് ബൻഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാന്റെ അറസ്റ്റിന് പിന്നാലെ. അക്രമികൾക്ക് നേരെ CRPF ലാത്തിവീശി. ഇന്ത്യയുടെ ആദ്യ സൗരദൌത്യം ആദിത്യ L1 ഇന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും. അവസാന ഭ്രമണപഥത്തിലേക്ക് വൈകിട്ടോടെ പ്രവേശിക്കും. പ്രതീക്ഷയോടെ ISRO. കലാകിരീടത്തിനായി കൊല്ലത്ത് പോരാട്ടം തുടരുന്നു. മൂന്നാം ദിനം 425 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ. പാലക്കാടും കോഴിക്കോടും രണ്ടാമത്. മൂകാഭിനയം, ചവിട്ടുനാടകം തുടങ്ങിയ ഇനങ്ങൾ ഇന്ന് അരങ്ങിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള UDF സ്ഥാനാർത്ഥി നിർണയം. KPCC അധ്യക്ഷൻ ചികിത്സ കഴിഞ്ഞെത്തിയാൽ ഉടൻ ചർച്ചകൾ തുടങ്ങും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ഘടകകക്ഷികൾ. വനംവകുപ്പിനെതിരെ ഇടുക്കി മാങ്കുളത്ത് ഹർത്താൽ. DF ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പ്രതിഷേധം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളെ മർദ്ദിച്ചെന്നാരോപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കല്യാശ്ശേരി MLA എം വിജിനെ അപമാനിച്ച പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. കണ്ണൂർ ടൗൺ SI PP ഷമീലിന് വീഴ്ച പറ്റിയെന്നാണ് കണ്ണൂർ ACP കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽ, കഴിഞ്ഞ ദിവസമാണ് കല്യാശ്ശേരി